ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. എന്തിനുള്ളതെന്നല്ലേ, നമ്മൾ ഓണക്കോടി എടുക്കാൻ പോവുകയാണ്. ഓണക്കല്ലേ, അപ്പോൾ ഓണക്കോടി എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഓണക്കോടി എടുക്കാൻ പോവുകയാണ്. കൂറ്റനാട് ഷഹനാസിക്കാണ് കേട്ടോ പോകുന്നത്. ഷഹനാസിക്ക് പോകുന്നത് വേറൊന്നുമല്ല, നമുക്ക് ഏത് 2 ആഴ്ചയിലും 1 ആഴ്ചയിലും 3 ആഴ്ചയിൽ പോലും നമുക്ക് ഡ്രസ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും മാറ്റിത്തരാൻ കാര്യങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി വരാനൊക്കെ. പിന്നെ അവർ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലും മാറ്റിത്തരാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് വൈകാണ്ട് പുറപ്പെടണം. കാരണം അച്ഛൻ പുറപ്പെടാൻ പറഞ്ഞിട്ടാണ് പോയത്. അച്ഛൻ വരുന്നില്ല, പക്ഷേ അച്ഛൻ ആ പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ പുറപ്പെട്ടിട്ടില്ലേ ചീത്തേക്കും. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, വേറെ ഒരു മേക്കപ്പും ഞാൻ ചെയ്യുന്നില്ല. കാരണം അറിയാലോ, ഇവിടെ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അലമാരുടെ കോലം കണ്ടിട്ട് ഇടും. ഇത് മൊത്തം ഞാൻ ഒരു കാലത്ത് ഫോട്ടോസ് ഒട്ടിച്ച് പ്രാന്താക്കിയതാണ്. ആ ഒരു ക്രൈസായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ലിമിറ്റഡ് എഡീഷനാണ്. ഞാൻ കിട്ടുമ്പോൾ എനിക്കറിയാം ഇങ്ങനെ കിട്ടുമെന്ന്. എൻ്റെ മുടിയൊക്കെ കണ്ടില്ല, ഞാൻ ഇങ്ങോട്ട് ഇവിടെ കേട്ടോ കണ്ണാടി, അതാണ് അങ്ങോട്ട് നോക്കിയിട്ട് ഇടയ്ക്ക് ഇതാക്കണം. മുടിയൊക്കെ കണ്ടില്ല, പൊന്നുമ്പടത്തിൽ ലക്ഷ്മി കുട്ടിയുടെ കണക്ക്. മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, ഇനി സൺസ്ക്രീൻ ഇടാം. അപ്പോൾ ഞാൻ എന്താ സൺസ്ക്രീൻ ഇടുന്നത്. അത് വാരി പൊത്താം, ഒരു മടിയും വേണ്ട. നമുക്ക് ചെറുതായിട്ടൊന്ന് ഐബ്രോ ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഐബ്രോസ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ നോക്കിയിട്ടാണ് ചെയ്യാം. ഞാൻ ഇങ്ങനെ സൺസ്ക്രീൻ ഇട്ടാൽ എനിക്ക് ആ ഒരു മെഴുക്കുള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ സാധാ പൗഡർ ഉണ്ടല്ലോ, ടാൽക്കം പൗഡർ, അത് യൂസ് ചെയ്യുന്നുണ്ടോ. കുറച്ചൊന്ന് ഡബ് ചെയ്തിട്ട് ഒട്ടും കളറില്ലാത്ത ഒരു പുരികയാണ് എൻ്റെ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പൗഡർ ഇടാം. ഇച്ചിരി എടുക്കുന്നുണ്ടാണ്. കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നി വിചാരിക്കും ഇത് കുറേയൊക്കെ ഇങ്ങനെ തന്നെ പോകും. നമ്മുടെ പുറപ്പാട് കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈനർ എഴുതാം കേട്ടോ. ഐലൈനർ ഒന്നും എനിക്ക് ഒരിക്കലും ഫോൺ നോക്കിയിട്ട് എഴുതാനേ പറ്റില്ല. ഐലൈനർ എഴുതിയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു പൊട്ടിട്ടെടുക്കാം. ഓൾറെഡി അവിടെ ചെറിയൊരു കുത്തുണ്ട്. ഞാൻ കണ്ടോ ഇതിങ്ങനെ പൊട്ടിട്ടുള്ളൂ കേട്ടോ. അടിയിൽ ഞാൻ കണ്ണ് എഴുതാറില്ല. ഞാൻ മേലെ മാത്രമേ ഐലൈനർ കൊണ്ടൊന്ന് എഴുതി കൊടുക്കാറുള്ളൂ. അപ്പം അത് കഴിഞ്ഞു. നമുക്ക് ചെറിയൊരു അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ എന്താ പറയുക, മസ്കാര ഇടണമെന്നുണ്ടായിരുന്നു, മറന്നുപോയി. ഇനിയിപ്പോൾ എന്തായാലും ശരിക്കും സത്യം പറഞ്ഞാൽ ഐലൈനർ എഴുതിയിട്ട് നമ്മൾ ഒരിക്കലും മസ്കാര യൂസ് ചെയ്യരുത് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പം എന്തായാലും മറന്നുപോയതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കുട്ടിയൊക്കെ കട്ട പിടിച്ചു. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നോക്ക് ഇങ്ങനെ ഇങ്ങനെ പോകും. ഓ ഇതിനൊന്നും ഇല്ല കേട്ടോ, ഇതില്ല. ബ്ലഷ് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടണം.
ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടണം. ഞാൻ ഇടുന്ന മെബിലിൻ്റെ ആണ് കേട്ടോ. മെബിലിൻ്റെ ഏതോ ലിപ്സ്റ്റിക്കാണ്. നല്ല റേറ്റ് ഉണ്ട്. റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും ഓൺലൈനിൽ. ഞാൻ വാങ്ങുന്ന സമയത്ത് 840 ഉണ്ടായിരുന്നു. അച്ഛൻ വന്നു. അമ്മ കണ്ണനെ വിളിക്ക്. കണ്ണ ഫോൺ ഇവിടെ ഇരിക്കുന്നു. നമ്മള് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇനി എൻ്റെ ഇയറിങ്സും കൂടെ ഇടാം. ഇയറിങ്സ് ചൂടായോണ്ടാട്ടോ ഞാൻ മുടിങ്ങനെ കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ പരത്തിയിടാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ ഉറപ്പാട് കഴിഞ്ഞു. ഇനി ഒരു വാച്ച് വാച്ചിട്ട് വരാം. പിന്നെ ഇതാ ഞാനൊരു വാച്ച് ഇടുന്നുണ്ട്. ഇത് വാൻ ഹ്യൂസിൻ്റെ വാച്ചാണ് കേട്ടോ. കുറേ കാലമായി, 2-3 വർഷത്തോളമായിട്ട് 3-4 വർഷമായിട്ടോ ഈ വാച്ചിൻ്റെ കയ്യിൽ. ഇതിൻ്റെ വാച്ചാണ്. ഇതിൻ്റെ ഒരെണ്ണം മാതിരിക്കുണ്ട്. പക്ഷെ അവളെ നാശമായി. പക്ഷെ എന്താ നാശമായിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. പച്ച എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞ് നമുക്ക് ഷഹനാസിൽ കാണാം. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. ആദ്യം തന്നെ ചുരിദാർ സെക്ഷനിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കുന്നത് തന്നെ 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാട്ടോ. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പാടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എടുത്തു വന്നപ്പോൾ തന്നെ ഏകദേശം ഞങ്ങളുടെ ചുരിദാർ സെക്ഷനിലെ കാര്യങ്ങളൊക്കെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യക്കുള്ള കുറേ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അവളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അവൾക്ക് ഇഷ്ടമായതാട്ടോ എടുത്തത്. അങ്ങനെ ഫസ്റ്റ് കണ്ട ആ റോസ് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റാണി പിങ്ക് കളറ് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് വേറെ ചുരിദാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുന്ന് ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ കുറേ നോക്കി. എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയ ഡ്രസ്സൊന്നും കണ്ടില്ല. ഞാൻ ചുരിദാറൊന്നും അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ എനിക്കിഷ്ടം ഈ ഓപ്പൺ ഇല്ലാതെ ആലിയ കട്ട് അല്ലെങ്കിൽ വീനൊക്കെ ആയിട്ട് നിറയെ പ്ലീറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഷിഫോണിലൊക്കെ ഉള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, അങ്ങനത്തെ 3 പീസ് സെറ്റൊക്കെ എനിക്കിഷ്ടം. പക്ഷെ അതൊന്നും ഇവിടെ നല്ല കണ്ടില്ല. അപ്പം ഞാൻ ഇവിടെ നിന്നൊന്നും എടുത്തില്ല കേട്ടോ. പക്ഷേ അമ്മയും അച്ഛനും എനിക്ക് പൈസ തന്നു കേട്ടോ. ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എവിടെ വെച്ചാൽ പോയി എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ വേറെ ചെക്ക് ചെയ്യാനൊന്നും നിന്നില്ല. നേരെ ഷർട്ട് സെക്ഷനിൽ പോയി. ഇവിടെയായിരുന്നു കുറച്ചധികം നേരം നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ 2-3 ഷർട്ട് നമുക്ക് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. പിന്നെ ഒരു ചുരിദാർ സെറ്റ് എടുക്കാണ്ടായിരുന്നു, അതും എടുത്തു. ചുരിദാർ പിറ്റ്, അപ്പോൾ അതും എടുക്കാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ്, ഇതൊക്കെ ഒരു ലോങ് പ്രോസസ്സാണ് കേട്ടോ. ഞാനൊരു വീഡിയോയിലൊക്കെ ചെറിയ ഷോർട്ടായിട്ട് ഇങ്ങനെ കാണിക്കുക. പിന്നെ നമ്മൾ സാരി സെക്ഷനിൽ കയറി. സാരി സെക്ഷനിൽ കയറിയപ്പോൾ എനിക്ക് നല്ല കോട്ടൻ്റെ ഡെയിലി ഒക്കെ കോളേജ് ഓഫീസ് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പ് സാരി വേണമായിരുന്നു. അപ്പോൾ അത് എടുത്തു. അങ്ങനെ സാരി സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്മയ്ക്ക് മാക്സി വേണം പറഞ്ഞിട്ട് അവിടെ നോക്കി. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ മാക്സി ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ എടുത്തില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ വിറ്റൊഴിക്കലുണ്ട് കേട്ടോ, അതായത് ഓണത്തിൻ്റെ എല്ലാ സീസണിലും വരുന്ന. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം ഒരു കടയുണ്ട് മാക്സിയൊക്കെ എടുക്കുന്ന, അപ്പോൾ അവിടെ കയറി കേട്ടോ. ഇവിടുത്തെ അങ്കിള് നല്ല രസമാണ്, നല്ല പാവമാണ് ആൾ. ഇപ്പം ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നും നമുക്ക് പോയി കഴിഞ്ഞാൽ. അപ്പം 2 മാക്സി ഇവിടെ നിന്ന് വാങ്ങി. നല്ല സർവീസാണ് കേട്ടോ ഈ അങ്കിളുടെ. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ നേരെ അപ്പം തന്നെ ഒരു വിധമായിട്ടുണ്ടായിരുന്നു ടൈം. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങി കേട്ടോ. നടന്നും നിന്നും തളർന്നു. അപ്പം എന്തായാലും എൻ്റെ എനർജി ലോസായി തുടങ്ങി. അപ്പം ഞാനിവിടെ കുറച്ച് നേരം അവിടെ ഒരു കസേര കണ്ടപ്പോൾ ചാടിക്കേറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ബാഴ്സലോണയൊക്കെ കേട്ടോ. അവിടെ എൻ്റെ 2 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാണ്ടായിരുന്നു. ഇത് ഞാൻ എടുത്തത് പോത്തീസിനാണ് കേട്ടോ. എൻ്റെ ബ്ലൗസൊക്കെ ഞാനിപ്പോൾ ഇവിടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലൗസൊക്കെ അടിക്കാൻ കൊടുത്തു, പക്ഷേ ഇതിൻ്റെ സാരി ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അത് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഓർഡർ ആക്കിയതാണ്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല സംഭവം. കിട്ടുമായിരിക്കും ഓണത്തിൻ്റെ തലേ ദിവസമെങ്കിലും. പിന്നെ നമ്മൾ നേരെ പോയത് KRK ആയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പാഴ്സൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഹാഫും ഒരു ഫുള്ളും ബിരിയാണി, ചിക്കൻ ബിരിയാണി വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. നല്ല വെയിലാണ്. രാവിലെ ഇറങ്ങുമ്പോൾ കുറച്ചൊരു മഴക്കാറ് കണ്ടുകൊണ്ട് അമ്മ കുടയൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഞാൻ മാസ്ക് വെച്ചിട്ടാണ് ഞാൻ മറ്റേ നീല മാസ്കാണ് കേട്ടോ കഴിച്ചത്. പക്ഷെ അത് കിട്ടിയില്ല, ബ്ലാക്ക് കിട്ടിയത്. ഓ വെയിലിൻ്റെ പിന്നെ എന്തൊരു വെയിലാന്ന് പറയും ഇവിടെ.
രാവിലെ പോയ ആൾക്കാരാണ്. ഇപ്പം സമയം ഉച്ചയ്ക്കൊന്നല്ല, ഒരു 11-11:30 ആകുമ്പോൾ പോയതാണ്. സമയം ഇപ്പോൾ എത്രയുമ്പോൾ 2:30 ഉണ്ടാവും. നമ്മളത് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ വന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എത്തി. അങ്ങോട്ടും ഓട്ടോയിലാണ് പോയത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്. അപ്പോൾ ശരി ഗൈസ്, നമ്മളിതാ ഉണക്കൊടിക്ക വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് എത്തി. ഓ മൈ ഗോഡ്, എന്തൊരു വെയിലാണേ. അപ്പോൾ ശരി, ടാറ്റ ബൈ, സീ യു.